അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ട് ആയിഷ റിഫ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചനുജത്തിക്ക് നിങ്ങളുടെ സഹായം വേണം. വളാഞ്ചേരി കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജില് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന നല്ല മിടുക്കിയായിട്ടുള്ള ഒരു മോള് ഇന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിൽ ഇങ്ങനെ കഴിയാണ്. ശ്വാസകോശം മുഴുവൻ നശിച്ചു പോയിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ വല്ലാത്ത ഒരു അവസ്ഥയിൽ ഈ വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ഈ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആയിഷ റിഫയുടെ ശ്വാസകോശം മാറ്റിവെക്കണം. അതിനു വേണ്ടിയിട്ട് 65 ലക്ഷം രൂപയോളം കണ്ടെത്തണം. വൈകുന്ന ഓരോ നിമിഷങ്ങളും ഈ സഹോദരിയുടെ ഈ പൊന്നുമോളുടെ ജീവനെ ബാധിക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ആയിഷ റിഫയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഞാൻ ആയിഷ MES കോളേജിലാണ് പഠിക്കുന്നത്. എനിക്ക് ILD എന്ന് പറയുന്നൊരു അസുഖമാണ്. അതിന് എത്രയും പെട്ടെന്ന് ലങ്സ് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് ശ്വാസം എടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഫുൾ ടൈം ഓക്സിജൻ്റെ സപ്പോർട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇത്രയും പെട്ടെന്ന് ലങ്സ് മാറ്റി വെക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും. ഇതിൻ്റെ അനിയത്തിയാണ് ആയിഷ റിഫ. അവളിപ്പോൾ എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ. അവൾ പഠിക്കാനൊക്കെ ഭയങ്കര ഉഷാറായിട്ടുണ്ടായിരുന്ന ആളാണ്. 10ാം ക്ലാസ്സിലും +2 ഫുൾ A+ ഉണ്ടായിരുന്നതാണ്. അതേപോലെ സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഒക്കെ എല്ലാ ആക്ടിവിറ്റീസിലും ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഓടാനും എല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പെട്ടെന്നാണ് ഇപ്പോൾ ഒരു ചുമ വന്നു. അപ്പോൾ ഒരുമാതിരി കിതപ്പ് പോലെ തോന്നി. അങ്ങനെ അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഇങ്ങനെ ILD എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണെന്ന് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഡോക്ടർമാർ പറയണത് ലങ്സ് മുഴുവനായിട്ട് നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരേ ഒരു നമ്മളെ മുന്നിലുള്ള വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് അവള് ഫുള്ള് ഓക്സിജന്റെ സപ്പോർട്ടിലാണുള്ളത്. 1 മിനിറ്റ് പോലും ഓക്സിജൻ ഇല്ലാതെ അവൾക്ക് പറ്റുന്നില്ല. അതുപോലെ ഫുള്ള് ബെഡിലാണ്, ഭയങ്കര കിടപ്പിലാണ് ആളുള്ളത്. അതുപോലെ ഇടക്കിടക്ക് ചുമ വരും. സംസാരിക്കാനോ ചിരിക്കാനോ കളിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മളെ മുന്നിലുള്ള ഒരു വഴി. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ അനിയത്തിയുടെ ലങ്സ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്, അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്തിപ്പറ്റ ഉസ്താദിന്റെ മകൻ അബ്ദുൽ വാഹിദ് മുസ്ലിയാരാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അത്തിപ്പറ്റ ഫതുഹുൽ ഫത്താഹിന്റെ മുമ്പിലാണ്. ഉസ്താദിന്റെ ചാരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കൂടി നിൽക്കുന്ന ഒരുപാട് ഞങ്ങളെ നാട്ടുകാർ, പൂക്കാട്ടിരി മഹലിലുള്ളവരും അത്തിപ്പറ്റക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി, ഞങ്ങളെ ആയിഷ റിഫ എന്ന് പറയുന്ന കുട്ടി വളരെ പ്രയാസത്തിൽ അപ്പോളോ ആശുപത്രിയിൽ കഴിയുകയാണ്. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ശ്വാസം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ശരിക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല ആ കുട്ടിക്ക്. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ, ആ കുട്ടിയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാണുന്ന മുഴുവൻ ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സഹായങ്ങളും സഹകരണവും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും ഈ കാണുന്ന ആളുകളെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, എല്ലാവരും നിങ്ങളെ സഹായങ്ങളും എല്ലാവരും സഹകരിക്കുകയും വേണം. നിങ്ങളെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ റഷീദ് കീഴ്ശ്ശേരി, പൂക്കാട്ടിരി സ്വദേശിയാണ്. മുൻ പാസ്പോർട്ട് ഓഫീസർ കൂടിയാണ്. ഞങ്ങളുടെ നാട്ടിലെ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനും കൂടിയായ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആയിഷ റിഫ എന്ന കുട്ടി BTech ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ 10 ലക്ഷത്തിൽ ഒരാൾക്ക് പോലും വരാത്ത പൾമിനറി ILD എന്ന രോഗം ബാധിച്ചുകൊണ്ട് ഇപ്പോൾ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ശ്വാസകോശം മാറ്റിവെക്കുക എന്നുള്ള ഏക പോംവഴിയിലാണ് ഇപ്പോൾ
ഡോക്ടർമാർ എത്തിയിട്ടുള്ളത്. സഹായ സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. സീന ഇബ്രാഹിം എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലെ മുസ്തഫയുടെ മകൾ ആയിഷ റിഫ ലെൻസ് സംബന്ധമായ രോഗം മൂലം ശസ്ത്രക്രിയക്ക് വിധേയമായിരിക്കുകയാണ്. വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടാകണമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സിദ്ദീഖുൽ അക്ബർ യമാനി, പൂക്കാട്ടിരി മഹല്ല് ഖത്തീബാണ്. ഞങ്ങളെ മഹൽ ഓപ്പറേഷൻ നിർബന്ധമാണ്. അതുകൊണ്ട് അതിന് വലിയൊരു സംഖ്യയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് വിനയത്തോടെ ഈ അപേക്ഷിക്കുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും വളരെ എമർജൻസി ആയിട്ട് ആയിഷ റിഫ എന്ന് പറയുന്ന ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. അത്രയ്ക്കും സീരിയസ് ആണ് ആ കുട്ടിയുടെ അവസ്ഥ. ഓരോ ദിവസവും ആ കുട്ടിയുടെ ജീവന്റെ ആരോഗ്യനില വളരെ മോശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ശ്വാസകോശം മാറ്റിവെച്ചാൽ മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഏകദേശം 65 ലക്ഷം രൂപയാണ് അതിനായിട്ട് കണ്ടെത്തേണ്ടത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ആയിഷ റിഫയുടെ വാപ്പാടെ പേരിലുള്ള മുസ്തഫയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ശ്വാസകോശം മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് 65 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.